ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ CPM-നും LDF-നും കനത്ത തിരിച്ചടി ഉണ്ടായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം CPM-ൻ്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ഒപ്പം സ്വർണ്ണക്കൊള്ളയും വെള്ളാപ്പള്ളി നടേശൻ്റെ സാന്നിധ്യവും അടക്കം നിരവധി വിഷയങ്ങൾ വേറെയുമുണ്ട്. അഹങ്കാരം, ധിക്കാരം, ധാർഷ്ട്യം, പിണറായിയുടെ ഭരണത്തിലെ പോരായ്മകൾ തുടങ്ങി ജനങ്ങൾ അക്കമിട്ട് നിരത്തിയ ഒരുപാട് വിഷയങ്ങൾക്കൊപ്പം CPM-ൻ്റെ ഇരട്ടത്താപ്പ്, രാഷ്ട്രീയ നയങ്ങളിലെ വെള്ളം ചേർക്കൽ ഒക്കെ വ്യാപകമായി ജനങ്ങൾ ചർച്ച ചെയ്തു. ഏറ്റവും പ്രധാനമായി ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ എടുക്കാം. ആ വിഷയത്തിൽ CPM സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണ്? ആ വിഷയത്തിൽ പത്മകുമാർ എന്ന് പറയുന്ന CPM നേതാവിനെ പാർട്ടിയിൽ നിന്ന് പ്രാഥമികമായി പുറത്താക്കാനുള്ള മര്യാദ പോലും CPM കാണിച്ചിട്ടില്ല. എന്നിട്ട് പറയുകയാണ് കോടതി വിധി കാത്തിരിക്കുകയാണെന്ന്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ചെയ്തത് ഇതായിരുന്നോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 മാസം മുമ്പ് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ തന്നെ നിങ്ങൾ രാഹുൽ കുറ്റക്കാരനാണ്, പീഡകനാണെന്ന് വിധി എഴുതിയിട്ട് കോഴിയെ പിടിച്ചുകൊണ്ട് പാലക്കാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ആളുകളാണ്. അയാളെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് വരെ നിരന്തരമായി വേട്ടയാടിയവരാണ് നിങ്ങൾ. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോടതി വിധി വന്നിട്ടാണോ? അല്ലല്ലോ, ഒരു പരാതിയുടെ പുറത്തല്ലേ. ഇതുപോലൊരു പരാതിയും പൊക്കിപ്പിടിച്ചല്ലേ പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങൾ സമരം ചെയ്തത്, പ്രതിഷേധം നടത്തിയത്, കേരളം കത്തിച്ചത്. അപ്പം നിങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രം കോടതി വിധി വന്നിട്ട് പ്രതികരിക്കാം, കോടതി വിധിയാണ് അവസാനത്തെ വാക്ക്, MLA ഇപ്പോൾ പിടിച്ച് പുറത്താക്കിയാൽ പിന്നെ അയാൾ കുറ്റമുക്തനാണെന്ന് തെളിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല തുടങ്ങിയ വാദങ്ങളൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം. ബാക്കി നാട്ടുകാർക്ക് ഇതൊന്നും ബാധകമല്ല, നിങ്ങൾ പറയുന്നത് നാട്ടുകാർ അംഗീകരിച്ചോളും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇട്ടാൽ ബർമുഡ, നമ്മൾ ഇട്ടാൽ വള്ളിക്കളസം. ഈ രീതിയിലാണ് CPM-ൻ്റെ ലൈൻ. ഇത് രാഷ്ട്രീയ വിഷയങ്ങളിൽ, മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ, ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളിലൊക്കെ CPM പ്രകടമാക്കി കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് CPM-ന് വലിയ തിരിച്ചടി കിട്ടാൻ തുടങ്ങിയത്. വെള്ളാപ്പള്ളിയെപ്പോലെ മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും ഇത്രയധികം നെറികെട്ട നിന്ദ്യമായ വർഗീയ ഭാഷണങ്ങൾ നടത്തിയ ഒരാളെ അയ്യപ്പ സംഗമം പോലെയുള്ള ഒരു പരിപാടിക്ക് കൊണ്ടുവരുന്നതിലൂടെ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കാൻ പിണറായി വിജയനും സർക്കാരും ഉദ്ദേശിച്ചത് എന്ന് ഇതുവരെ CPM വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഇക്കാര്യത്തിൽ CPI-ക്ക് കൃത്യമായ നിലപാടുണ്ട്. CPM-ൻ്റെ ഘടകകക്ഷിയായ LDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI-ക്ക് അവരുടേതായ നിലപാടുണ്ട്. ആ വാർത്ത നോക്കുക. തെരഞ്ഞെടുപ്പ് പരാജയം ശബരിമല വിഷയം കാരണമായിട്ടില്ലെന്ന CPM നിലപാട് തള്ളി CPI. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രചാരണം സമുദായ സൗഹാർദ്ദത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നും സന്തോഷ് കുമാർ MP മീഡിയ വണ്ണോട് പറഞ്ഞു. മീഡിയ വൺ പുറത്തുവിട്ട വാർത്തയാണ്. നോക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശബരിമല വിഷയം കാരണമായിട്ടില്ലെന്ന് CPM നിലപാട് തള്ളി CPI. തിരിച്ചടിയുടെ ഒരു കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദമാണെന്ന് CPI നേതാവ് P സന്തോഷ് കുമാർ പറഞ്ഞു. പോറ്റിയുമായി ബന്ധപ്പെട്ട വിവാദം കേരളത്തിലേറ്റു. അറസ്റ്റിലായ പത്മകുമാറിനെതിരെ CPM നേരത്തെ നടപടിയെടുത്തിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രചാരണം സമുദായ സൗഹാർദ്ദത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി സന്തോഷ് കുമാർ MP വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിലും അതൊരു പ്രചാരണ ആയുധമാക്കാൻ UDF-ന് സാധിച്ചു. കേരളത്തിലും SIR വരുമ്പോഴുണ്ടാകുന്ന സാഹചര്യവും സാമുദായിക ധ്രുവീകരണം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ചില നേതാക്കളുടെ പ്രസ്താവനകളും മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. അതായത് വ്യക്തമാണ് കാര്യങ്ങൾ. വെള്ളാപ്പള്ളിയെ പോലുള്ള നേതാക്കന്മാരെയൊക്കെ പാർട്ടി വേദികളിൽ കൊണ്ടുവന്നിരുത്തി, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ ശബരിമല അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികളിൽ കൊണ്ടിരുത്തിയിട്ട് ഇയാൾ മതനിരപേക്ഷതയുടെ കൺകണ്ട അടയാളമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണിത് അംഗീകരിക്കാൻ പോകുന്നത്? ഇപ്പോൾ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ട് വെച്ച് താനൊരു ശ്രീനാരായണീയനായതുകൊണ്ടാണ് തനിക്ക് ഇത്രയും അപമാനങ്ങൾ ഏൽക്കേണ്ടി വരുന്നതെന്ന്. അവിടെ മാറിയിരുന്ന് കരഞ്ഞോ ചേട്ടാ, അതാ നിങ്ങൾക്ക് നല്ലത്. നിങ്ങളിനി ആരും അടുപ്പിക്കാൻ പോകുന്നില്ല. അപ്പോൾ LDF-നെ അടുപ്പിക്കില്ല എന്ന് ഏകദേശം തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി വന്നതിലൂടെ വലിയ തോതിൽ ആശങ്ക ജനങ്ങൾക്കുണ്ടായി. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് CPM-ന് നഷ്ടപ്പെട്ടു. അതായത് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് CPM. ആ ഹിന്ദു പാർട്ടിയിൽ നിന്ന് ഹൈന്ദവർ BJP-യിലേക്ക് നേരത്തെ പോയി. പണ്ട് ഈ ശബരിമലയിലേക്ക് ആക്ടിവിസ്റ്റുകളെ കയറ്റിയ സംഭവത്തോടുകൂടി അത് തീർന്നു കിട്ടി. അതിനുശേഷം CPM-ൻ്റെ ഓരോ നയങ്ങളും ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെട്ടു. സ്വർണ്ണക്കൊള്ള കൂടി വന്നപ്പോൾ വിശ്വാസികളായ ആരും CPM-നൊപ്പം നിൽക്കാത്ത അവസ്ഥയായി. അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ നിങ്ങൾ നടപടി എടുക്കുമായിരുന്നു, അതും ഉണ്ടായിട്ടില്ല. ഇനി എത്രയോ പേര് വരാൻ കിടക്കുന്നു, കുടുങ്ങാൻ കിടക്കുന്നു എന്നാണ് വാർത്തകൾ. അപ്പോൾ ഹിന്ദു ബെൽറ്റ് അങ്ങനെ പോയി. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി BJP-യേക്കാൾ വലിയ തീവ്ര നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ന്യൂനപക്ഷങ്ങളും പോയി. ക്രൈസ്തവ സമൂഹം എന്തായാലും ഇത്തവണ UDF-നൊപ്പമാണെന്ന് ഉറപ്പിച്ച് അത് അങ്ങനെയും പോയി. അപ്പോൾ സ്വാഭാവികമായി കിട്ടേണ്ട ഒരു വോട്ടും CPM-ന് ഇപ്പോൾ കിട്ടുന്നില്ല. അവരുടെ വോട്ട് ബാങ്ക് വട്ടം പൊട്ടിക്കിടക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിന് കാരണക്കാരനായവരിൽ പ്രധാനിയാണ് വെള്ളാപ്പള്ളി എന്ന് കൃത്യമായി
LDFിൻ്റെ ഘടകകക്ഷിയായ CPI പറയുമ്പോൾ അത് വെള്ളാപ്പള്ളി ശ്രീനാരായണീയനായതുകൊണ്ടോ SNDPയുടെ ഭാഗമായതുകൊണ്ടോ ഒന്നും അല്ല ജനങ്ങൾ വെറുക്കുന്നത്. അമ്മാതിരി പറച്ചിലല്ലേ പറഞ്ഞത്. ഇപ്പോൾ അടച്ചിട്ട മറിയിൽ ആശാൻ പൊട്ടിക്കരയാന്ന് പറയുന്നത്, ആരും അടുപ്പിക്കുന്നില്ല, എല്ലാം കയ്യിൽ നിന്ന് പോയി. വെള്ളാപ്പള്ളി വിചാരിച്ച് തന്നെ കാണുമ്പോഴേക്കും സകല SNDPക്കാരും ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരുമൊക്കെ അങ്ങോട്ട് LDFന് വോട്ട് ചെയ്യുമെന്നാണ്. ഈ ഈഴവ സമുദായത്തിൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ വെള്ളാപ്പള്ളിയുടെ കൂടെയുള്ളൂ. ഇതാദ്യം മനസ്സിലാക്കണം. രണ്ടാമത്, വെള്ളാപ്പള്ളി എപ്പോഴും വർഗീയ പാർട്ടി എന്നും തീവ്ര നിലപാടുകാരെന്നും ഒക്കെ പറയുന്ന, തീവ്രവാദികളെന്ന് പറയാതെ പറയുന്ന മുസ്ലിം ലീഗ് വലിയ മുന്നേറ്റമാണ് മലപ്പുറത്തുണ്ടാക്കിയിരിക്കുന്നത്. അതായത് വെള്ളാപ്പള്ളി ആക്രമിച്ച മുസ്ലിം ലീഗിന് വലിയ കുതിപ്പ് കേരളത്തിലെമ്പാടും ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം ഒറ്റക്കെട്ടായി നിന്ന് വെള്ളാപ്പള്ളിയുടെ വർഗീയ ഭാഷണങ്ങൾക്ക് മുട്ടൻ പണി കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഈ പറയുന്ന മുസ്ലിം ലീഗിനുണ്ടായ വലിയ മുന്നേറ്റം. മലപ്പുറത്ത് മാത്രമല്ല, സകല ജില്ലകളിലും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗ് മത്സരിച്ച ഇടങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കോണി ചിഹ്നത്തിൽ 2843 പേരുൾപ്പെടെ 3203 അംഗങ്ങളാണ് മുസ്ലിം ലീഗിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനായത്. ഇതാദ്യമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലകളിലും ലീഗിന് മെമ്പർമാരുണ്ട് എന്നതാണ് ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ നേട്ടം. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ തവണ ഒരംഗം പോലും ഉണ്ടായിരുന്നില്ല, അതും ഇത്തവണ ഉണ്ടായി. പത്തനംതിട്ടയിൽ 7 അംഗങ്ങളാണ് ലീഗിന് ഉണ്ടായത്. അതാണ് ഏറ്റവും വലിയ ഇതിലെ ഹൈലൈറ്റ്. മുസ്ലിം ലീഗ് വളരുകയാണ്. ഈ മുസ്ലിം ലീഗിനെയൊക്കെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ മുദ്ര കുത്താൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം സമൂഹം അത് തിരിച്ചറിയുമെന്നേ. മുസ്ലിം സമൂഹം എന്ന് മാത്രമല്ല, കേരളത്തിലെ മതനിരപേക്ഷ ജനത അത് തിരിച്ചറിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും LDFിൻ്റെ നിലപാടുകളിൽ അവർ വെള്ളം ചേർക്കുന്നു, CPMൻ്റെ നിലപാടുകളിൽ അവർ വെള്ളം ചേർക്കുന്നു എന്ന് വരും. അങ്ങനെ അവരെ മാറ്റി നിർത്തും. അതിൻ്റെ തെളിവാണിത്. ഇപ്പോൾ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ആളുകൾ BJPക്കൊപ്പം പോയി, ന്യൂനപക്ഷങ്ങൾ മുഴുവനായി UDFനൊപ്പം കോൺഗ്രസിനൊപ്പം പോയി, ക്രൈസ്തവരും UDFന് കൃത്യമായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് നമ്മൾ കോട്ടയത്തും ഈ പറയുന്ന ഏറ്റുമാനൂരും പാലായിലും ഒക്കെ കണ്ട തെരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ CPMൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കും പോയി, ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയും പോയി. അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ നിൽക്കുകയാണ്. എന്നിട്ടും പറയുകയാണ് വെള്ളാപ്പള്ളി ഇഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ ആരോടെ ഈ പറയുന്നത്? ശബരിമല വിഷയം ബാധിച്ചിട്ടില്ല എന്നൊക്കെ CPM മാധ്യമങ്ങളോട് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ LDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള CPI തന്നെ അത് പറയുന്നു, കൃത്യമായി പറയുന്നു. ശബരിമല വിഷയം തിരിച്ചടിച്ചിട്ടുണ്ട്, വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്ന് തിരിച്ചടിയായിട്ടുണ്ട് എന്ന്. CPI അങ്ങനെ പറയുമ്പോൾ ഇനി വെള്ളാപ്പള്ളിയെ LDFന് CPMന് മാത്രമായിട്ട് ഒരു പരിപാടിയുടെ ഭാഗമാക്കാൻ കഴിയില്ല. അങ്ങനെ വെള്ളാപ്പള്ളിയെ ആകെ അവസാനമായി താങ്ങിക്കൊണ്ട് നടന്ന CPMനും തിരിച്ചടി മനസ്സിലായി, തിരിച്ചറിവ് വന്നു. വെള്ളാപ്പള്ളി നല്ല കരച്ചിലാണെന്നാണ് കേൾക്കുന്നത്. എന്തായാലും മുസ്ലിങ്ങളെയും മലപ്പുറത്തെയും ഒക്കെ അധിക്ഷേപിച്ച വെള്ളാപ്പള്ളിക്ക് ഇങ്ങനെ വന്നതിൽ, ഈ ഒരു ഗതികേട് വന്നതിൽ ആർക്കും ഒരു വിഷമവുമില്ല. അയാളത് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. ഈഴവർക്ക് പോലും ആ വ്യക്തിയോട് നല്ല എതിർപ്പുണ്ട് എന്ന് മാത്രമല്ല, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പല കാര്യങ്ങളും നേരെ വിപരീതമായി നടപ്പാക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ഈഴവ സമുദായത്തെ കാണിച്ച് രാഷ്ട്രീയ പാർട്ടികളെ പേടിപ്പിച്ച് നിലയ്ക്ക് നിർത്താമെന്നുള്ള ധാരണയൊക്കെ അവസാനിക്കേണ്ട സമയമായിരിക്കുന്നു. അത് അവസാനിച്ചു തുടങ്ങിയതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇവിടെ കാണുന്നത്.